അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം മാനിച്ച് യൂട്യൂബിൽ തന്നെ നമുക്ക് ക്ലാസ് എടുക്കാം. നമ്മൾ അവസാനമായി പറഞ്ഞു വെച്ചത്, ഭക്തരായ ജനങ്ങളൊക്കെ ആ സവിധത്തിലേക്ക് കടന്നു വരികയാണ്, ആ മഹ്ഫിലെ സമായിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ അവരുടെ അടുത്ത് വാഹനങ്ങളില്ലാത്തവരുണ്ട്, സാധുക്കളാണവർ, പല്ലക്ക് പോലും ഇല്ലാത്തവരുണ്ട്. പിന്നെ रूहानियत की कशिश उन्हें सफ़र वसीले ज़फ़र की हर दुश्वारी और सुऊबत के बावजूद यहाँ खींच लाती है. റൂഹാനിയത്ത് കി കശിഷ്, അവരുടെ ആത്മാവിൻ്റെ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ഒരു വലിവ്, ഇങ്ങോട്ടുള്ള അവരുടെ ഹൃദയത്തിനെ പിടിച്ചു വലിച്ചത്, അതാണ് അവരെ റൂഹാനിയത്ത് കി കശിഷ്, ആത്മീയമായിട്ടുള്ള ഒരു വലിവ്, ഇങ്ങോട്ടുള്ള വല്ലാത്തൊരു വലിവ്. അവരെ സഫർ, ഈ യാത്ര, എത്തരത്തിലുള്ള യാത്ര? വസീലെ സഫർ, വിജയത്തിൻ്റെ മാർഗമായ ഈ യാത്രയിലേക്ക്, വസീലെ സഫർ കി, വിജയത്തിൻ്റെ മാർഗമായ ഈ യാത്രയുടെ ഹർ ദുഷ്വാരി, എല്ലാ പ്രയാസങ്ങളും ഓർ സഊബത്ത്, ബുദ്ധിമുട്ടുകളും, സഊബത്ത് കെ ബാവജൂദ്, എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരിക്കെ യഹാൻ ഖീഞ്ച് ലാത്തി ഹേ, ഇവിടേക്ക് വലിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു ആത്മീയമായിട്ടുള്ള ഈ ഒരു സ്ഥലത്തേക്ക് അവരെ ഒരു പിടിച്ചുവലി, അവരെങ്ങനെ ആത്മീയമായിട്ട് ഇങ്ങനെ അങ്ങോട്ട് അടുപ്പിക്കുകയാണ്. ആ ഒരു കശിഷ്, ആ ഒരു വലിവാണ്, ആ ഒരു ജദ്ബാണ് അവരെ ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവരുന്നത്. അവരുടെ ശരീരത്തെ തന്നെ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടായാലും വിജയത്തിൻ്റെ മാർഗമായ ഈ ഒരു യാത്രയിൽ അവർ എല്ലാവിധ ബുദ്ധിമുട്ടുകളും സഹിച്ച് അങ്ങോട്ട് കടന്നു വരുന്നത്. ഷാഹിദ് ലോഗ് അപ്നെ ഹൽക്ക ബേൽ ഫറോഖ്ത് കർക്കെ യഹാ ആയേ ഹേ. ഷായദ് ആയേക്കാം, എന്തായേക്കാം, ഈ ജനങ്ങൾ തൻ്റെ ഹൽക്ക ബേൽ, തൻ്റെ ഉഴുതുന്ന കാള, ഹൽക്ക ബേൽ എന്ന് പറഞ്ഞാൽ ഉഴുതുന്ന കാള വിറ്റിട്ടായേക്കാം, തൻ്റെ ജീവിതമാർഗമായ ഉഴുതുന്ന കാള വിറ്റിട്ടായേക്കാം ഇവിടെ വന്നിട്ടുണ്ടാകുക. ഷായദ് ഉൻഹോനെ അപ്നെ ബീവിയോं का ज़ेवर, ഷായദ് ആയേക്കാം, എന്തായേക്കാം, അവർ തൻ്റെ ഭാര്യമാരുടെ സേവർ, ആഭരണം, യാ അപ്നി ബേട്ടോं का ജഹേസ്, അല്ലെങ്കിൽ ബേട്ടിയോं का ജഹേസ്, അല്ലെങ്കിൽ തൻ്റെ പെൺമക്കളുടെ സ്ത്രീധനമോ, ഗിർവി രഖ്കർ, അതെല്ലാം അതെല്ലാം പണയം വെച്ചിട്ട്, ഗിർവി എന്ന് പറഞ്ഞാൽ പണയം വെക്കുക, ഗിർവി രഖ്ന എന്ന് പറഞ്ഞാൽ പണയം വെച്ചിട്ട്, തൻ്റെ പെൺമക്കളുടെ സ്ത്രീധനം പണയം വെച്ചിട്ടോ, തൻ്റെ ഭാര്യമാരുടെ ആഭരണങ്ങളോ പണയം വെച്ചിട്ടൊക്കെ നസ്രാനേക്ക ബന്ദോബസ്ത് കിയാ ഹെ, അവർ നേർച്ചക്കുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. നേർച്ചക്കുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയത് ചിലപ്പോൾ സ്വന്തം ഭാര്യയുടെ ആഭരണം പണയം വെച്ചിട്ടാവാം, അല്ലെങ്കിൽ സ്വന്തം മക്കളുടെ സ്ത്രീധനമായി കൊടുക്കാനുള്ളത് പണയം വെച്ചിട്ടാവാം. അങ്ങനെയൊക്കെ പണയം വെച്ചിട്ട് നസ്രാനേക്ക ബന്ദോബസ്ത് കിയാ ഹെ, ഈ നേർച്ചക്കുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഷായദ് ജബ് യെ വാപ്പസ് ജായേ, ചിലപ്പോൾ ആയേക്കാം, എങ്ങനെ ആയേക്കാം, ജബ് യെ വാപ്പസ് ജായേ, ഇവരെല്ലാം തിരിച്ചു പോകുമ്പോൾ, തോ ഉന്നെ കൈ റോസ് തക്ക്, എത്രയോ ദിവസങ്ങൾ, അവർ തിരിച്ചു പോയി നാട്ടിലെത്തിയാൽ എത്രയോ ദിവസം വരെ ഫാക്കോं का सामना करने पड़ेगा, അവർക്ക് ദാരിദ്ര്യം നേരിൽ കാണേണ്ടി വരും, അല്ലെങ്കിൽ ക്ഷാമം നേരിൽ കാണേണ്ടി വരും. ഫാക്ക, ക്ഷാമം. ക്യൂങ്കെ, എന്തുകൊണ്ടാണ് അവർക്ക് ക്ഷാമം നേരിടേണ്ടി വരും എന്ന് പറയാൻ കാരണം, ഉൻകി ഗന്ധം കെ ഫാൽത്തു സഖീറെ ദർഗാ ഷരീഫ് കെ ലങ്കർ കെ ഭേണ്ട് ചട് ഗയേ ഹെ. കാരണം എന്താ വെച്ചാൽ അവർ കഴിച്ചതിൻ്റെ മിച്ചം വന്ന, ഫാൽത്തു എന്ന് പറഞ്ഞാൽ മിച്ചം വന്ന അവരുടെ ഗോതമ്പിൽ നിന്ന് അവർ ഇതുവരെ കഴിച്ചിട്ട് മിച്ചം വന്ന സഖീറെ, ആ മൂല്യമായ ആ ഒരു ശേഖരം,
അമൂല്യമായ ആ ശേഖരം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സഖീറ ഗന്ധം കെ ഫാൽത്തു സഖീറ, അവരുടെ ഗോതമ്പിൻ്റെ ഫാൽത്തു മിച്ചം വന്ന സഖീറ, ആ ഒരു അമൂല്യമായ ആ ഒരു ശേഖരം, ദർഗാ ഷരീഫ് കെ, ആ ഒരു ശേഖരം തന്നെ അവർ ആ ഒരുമിച്ച് കൂട്ടിയ മിച്ചം വന്ന സാധനങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടിയ ആ ഒരു ഗന്ധം, ആ ഒരു ഗോതമ്പ് തന്നെ, അതിൻ്റെ ആ ശേഖരം തന്നെ ദർഗാ ഷരീഫിലെ ലങ്കർ കി ഭേണ്ട് ചടുകയെ ഹേ. ലങ്കർ എന്ന് പറഞ്ഞാൽ എന്ത്, വലിയ വലിയ ആൾക്കാരുടെ സേവകരായിട്ട് കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. വലിയ വലിയ മഹാരഥന്മാരായ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഓൽക്ക് സേവകരായിട്ടുണ്ടാവുമല്ലോ. ആ സേവകർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ക്യാൻറ്റീൻ എന്നൊക്കെ വിളിക്കാം. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ആ ഭക്ഷണശാല, അതാണ് ലങ്കർ എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ അവരുടെ ക്യാൻറ്റീൻ, അപ്പോൾ ദർഗാ ഷരീഫിൻ്റെ ക്യാൻറ്റീനിലേക്ക്, ദർഗാ ഷരീഫ് കെ ലങ്കർ കി, ദർഗാ ഷരീഫിൽ ജോലി ചെയ്യുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ദർഗാ ഷരീഫിൻ്റെ ക്യാൻറ്റീനിലേക്ക് ഭേണ്ട് ചടുകയെ ഹേ, അവർ നസർ ദിയേ ഹേ, ഖുർബാൻ കർ ദിയേ, ഖുർബാനി ദിയേ ഹേ, അവർ സമർപ്പിച്ചിട്ടുണ്ട്. അവരുടെ വീട്ടിലുള്ള സർവ്വവിധ അവർ വീട്ടിൽ മിച്ചം വന്ന മുഴുവൻ ഗോതമ്പും ആ ദർഗാ ഷരീഫിൻ്റെ ക്യാൻറ്റീനിലേക്ക് അവർ നേർച്ച നേർന്നിട്ടുണ്ട്, അവർ ബലി നൽകിയിട്ടുണ്ട്. അങ്ങനെ ബാക്കി നോക്കാം. ഖവാലിयों की पार्टी ने बड़ी खुश मस्ती के साथ हारमोनियम का साज छेड़ा. കവാലിക്കാരുടെ ആ കൂട്ടം വലിയ ഉന്മാദത്തോടുകൂടെ, നല്ല ഉന്മാദത്തോടുകൂടെ ഹാർമോണിയത്തിൻ്റെ ആ കമ്പി, ഹാർമോണിയത്തിൻ്റെ സാസ് എന്ന് പറഞ്ഞാൽ വീണ എന്നൊക്കെ അർത്ഥമുണ്ട്. ഹാർമോണിയത്തിൻ്റെ ആ കമ്പി ചീട, അത് തൊട്ടു, ചീടെന്ന് പറഞ്ഞാൽ തൊടുക. അങ്ങനെ തബലയുടെ മേൽ, തബല പർ താപ്പടി, തബലയിൽ അടിച്ചു. ജാമി കി ഗസൽ, അതോടുകൂടെ അങ്ങനെ ഹാർമോണിയം വായിച്ചു, തബല കൊട്ടി, അതോടുകൂടെ ജാമിയുടെ ഗസൽ, ജാമി എന്ന് പറഞ്ഞാൽ ഒരു ഫാരിസി കവിയാണ്. ജാമിയുടെ ഗസൽ ഫസാമെ ലഹ്റായി, അവിടെ അന്തരീക്ഷത്തിൽ അലയടിക്കുകയും ചെയ്തു. ദർവേഷോ കെ സർ ഘൂംനെ ലഗ്തേ ഹേ, അതോടുകൂടെ അവിടെ ഉണ്ടായിരുന്ന ദർവേഷുമാരുടെ തല ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി, ആടിയുലയാൻ തുടങ്ങി. തല ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ പാട്ടിനനുസരിച്ച് അവിടെ ഇങ്ങനെ അവരുടെ തല ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ത്വരീഖത്ത് പസന്ദ് ലഡ്കെ ബൈഠേ ഹി ബൈഠേ ബഡി അദാസെ കമറേ മട്കാത്തേ ഹേ, അതോടുകൂടെ ത്വരീഖത്ത് ആഗ്രഹിച്ചു വരുന്ന ആളുകൾ, കുട്ടികൾ, അവർ ബൈഠേ ഹി ബൈഠേ, അവർ ഇരുന്നു കൊണ്ട് തന്നെ, ബഡി അദാസെ വലിയ മര്യാദയോടുകൂടെ, കമ്രേ മട്കാത്തേ ഹേ അവരുടെ ഊരിങ്ങനെ ആട്ടുന്നുണ്ട്. ത്വരീഖത്തിനെ ഇഷ്ടപ്പെട്ട് വരുന്ന ആളുകൾ, അഥവാ ത്വരീഖത്തിൽ ചേരാൻ വരുന്ന ആളുകൾ, അവർ ആ ഇരുന്നോടത്ത് തന്നെ വളരെ അതബോടുകൂടെ തൻ്റെ ഊര കമ്ര എന്നല്ല, കമറേൻ തൻ്റെ ഊരകൾ മട്ടുക്കാത്തേഹേ അതിങ്ങനെ ആട്ടുന്നുണ്ട്. മട്ടുക്കാന എന്ന് പറഞ്ഞാൽ ആട്ടുക എന്നർത്ഥം. സജ്ജാദ നസീൻ സാഹിബ് കാ മോർച്ചൽ, അതോടുകൂടെ തന്നെ സജ്ജാദ നസീൻ സാഹിബിൻ്റെ മോർച്ചൽ എന്ന് പറഞ്ഞാൽ ആ മയിൽപീലിയുടെ കെട്ട്, മോർച്ചൽ മയിൽപീലിയുടെ കെട്ട്, അതിങ്ങനെ ആ മയിൽപീലി ഇങ്ങനെ ആടുന്നത് പോലെ ഇങ്ങനെ സെറ്റാക്കി വെച്ച ഒരു കെട്ട്. സജ്ജാദ നസീൻ സാഹിബ് കാ മോർച്ചൽ, സജ്ജാദ നസീൻ സാഹിബിൻ്റെ ആ മോർച്ചൽ മയിൽപീലി കെട്ട്, അവരുടെ തലയിൽ കോർത്ത് വെച്ച ആ മയിൽപീലി കെട്ട്. സജ്ജാദ നസീൻ സാഹിബ് കാ മോർച്ചൽ തുറ എന്ന് പറഞ്ഞാൽ മുടിക്കെട്ട് എന്നാണ് അർത്ഥം. അപ്പോൾ സജ്ജാദ നസീൻ സാഹിബ് കാ മോർച്ചൽ തുറ, സജ്ജാദ നസീൻ സാഹിബിൻ്റെ മയിൽപീലിയുടെ ആ കെട്ട് ജുംബിഷ് മേ ആ ജാത്തി ഹേ, അതും ഇങ്ങനെ ഇളകി തുടങ്ങിയിട്ടുണ്ട്, അതും
തഹറുക്ക്, അതും ഇങ്ങനെ ആടി തുടങ്ങിയിട്ടുണ്ട്. ജുംബിഷ് എന്ന് പറഞ്ഞാലും ഇളക്കം, തഹറുക്ക് എന്നാണ് അർത്ഥം. ജുംബിഷ് ഇളക്കം, തഹറുക്ക്. അപ്പോൾ സജ്ജാദ നസീം സാഹിബിൻ്റെ മയിൽപീലിയുടെ ആ കെട്ട്, ആ കോർത്തിനാക്കി വെക്കപ്പെട്ട ആ ഒരു കെട്ടും ജുംബിഷ് മേ ആ ജാത്തി ഹേ, അതും ഇങ്ങനെ ഒരു താളത്തിൽ ഇങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ജയ്സെ എപ്രകാരം, ജയ്സെ ബീൻ കി ആവാസ് പർ സാമ്പ് ക ഫൻ ലഹറ രഹാ ഹോ, എത്തരത്തിലുണ്ട് ബീൻ എന്ന് പറഞ്ഞാൽ ബാൻഡിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ പാമ്പിൻ്റെ ഫണം, ആ പത്തി, ഫൻ എന്ന് പറഞ്ഞാൽ ഫണം, ആ പത്തി ഇളകിക്കൊണ്ടിരിക്കുന്നത് എപ്രകാരമാണ്. സാധാരണ ഈ പാമ്പിൻ്റെ ആൾക്കാരുണ്ടാവുമല്ലോ, പാമ്പിനെങ്ങനെ ഡാൻസ് കളിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഫണം, ആ ഒരു പത്തി, പാമ്പിൻ്റെ പത്തി ഇളകുന്നത് എപ്രകാരമാണോ ആ ശബ്ദത്തിനനുസരിച്ച്, അതുപോലെ ഇവരും ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എപ്രകാരമാണോ ഇളകുന്നത്, ഏക് ബോൽ, പാമ്പ് എപ്രകാരമാണോ അതിൻ്റെ പത്തി ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ശബ്ദം കേട്ടിട്ട്, അതുപോലെ ഏക് ബോൽ, ഓരോ സംസാരത്തിലും അവരുടെ ഓരോ കലാമിനും, ഗസലിലെ ഓരോ കലാമിനത്ത്, ഓർ ഏക് താൽ പർ, ഓരോ ഈണത്തിന്മേലും, ഓരോ ഇശലിലും, റൂഹേ, അവരുടെ ആത്മാവ്, ബേ ഇഖ്തിയാർ, അവിചാരിതമായിട്ട് തന്നെത്താനെ, ഫടക്തി ഹേ, അതിങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്പന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്പന്ദനം എന്നാണ് ഫടക്ന എന്ന് പറഞ്ഞാൽ. അവരുടെ ആത്മാവ് ഇങ്ങനെ സ്പന്ദിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരറിയാതെ അവരുടെ ആത്മാവ് അതിൽ ലയിച്ചുകൊണ്ട് ബേഖ്തിയാർ ഫടക്തിഹെ, അതിലിങ്ങനെ സ്പന്ദിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അഫ്സർ ലോഗ് ഓഫീസർമാർ പിന്നെ വക്കാർ കി ബന്ദിഷോൻസെ, അവരുടെ ആ ഒരു ഗാംഭീര്യത്തിൻ്റെ ആ കെട്ടുകൊടുക്കൽ നിന്ന്, ആ ഗാംഭീര്യത്തിൻ്റെ തടസ്സം, ആ ഒരു ബന്ധനത്തിൽ നിന്ന് മജ്ബൂർ ഹോക്കർ, നിർബന്ധിതരായിട്ട്, കഭി അവർ ഓഫീസർമാരാവുക ആ ഗൗരവത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ, ആ ഒരു ഗൗരവത്തിൻ്റെ ആ ഒരു ബന്ധനം അവർക്കുണ്ട്. ആ ബന്ധനത്തിലായിരിക്കെ തന്നെ മജ്ബൂർ ഹോക്കർ, നിർബന്ധിതരായിട്ട്, കഭി വല്ലപ്പോഴൊക്കെ, ദേനേപ്പർ, വെറും തലയാട്ടുന്നതിന്മേൽ ഇക്തിഫാ കർത്തേ ഹേ, അവർ മതിയാക്കുന്നു. അവർ തലയാട്ടിയാണ്ട് അഡ്ജസ്റ്റ് ആക്കുകയാണ്. അവരിങ്ങനെ സ്റ്റഡി ആയിട്ടിരിക്കേണ്ടവരാണ്, എന്നാലും നിർബന്ധിതരായിട്ട് അവർ തലയാട്ടി പോകുന്നും ഉണ്ട്. സിയാസത്ത് പേഷ അസ്ഹാബി, അതുപോലെ രാഷ്ട്രീയ ഉദ്യോഗക്കാരും അപ്നെ മൻസബ് കി റിയായത്ത് സെ, തൻ്റെ പദവി പരിഗണിച്ചുകൊണ്ട്, സർക്കി ജഗ ചോരി പാവോ ഹിലാത്തെ ഹേ, അവർ തൻ്റെ പദവിയെ മാനിച്ചുകൊണ്ട് തലയുടെ സ്ഥാനത്ത് അവർ സർക്കി ജഗ, തലയുടെ സ്ഥാനത്ത് എന്ത് ചെയ്യാണ്, ചോരി ചുപ്കെ ചോരി പറഞ്ഞാൽ രഹസ്യമായിട്ട്, മെല്ലെ, വെരി സീക്രട്ടായിട്ട്, രഹസ്യമായിട്ട്, പാവം ഹിലാത്തെ ഹേ, അവർ കാലാണ് ആട്ടുന്നത്. എന്നാൽ ഇവിടെയൊക്കെ ദൈഹാത്തി അഖീദത്ത് മന്ദോം കാ ഹുജൂബ്, ഉൾഗ്രാമീണരായ വളരെ വിശ്വാസികളായ ഭക്തരായിരിക്കുന്ന ആളുകളുടെ ജനക്കൂട്ടം, ജോ അക്സർ ഫാരിസി ജുബാൻസ്, അവർ അധികവും ഫാരിസി ഭാഷയെ തൊട്ട് ബേബഹറാഹെ, ഫാരിസി ഭാഷയിൽ നിന്ന് അവർ ഭാഗ്യം ലഭിക്കാത്തവരാണ്. ബേബഹറ എന്ന് പറഞ്ഞാൽ ഭാഗ്യഹീനരാണ്, ഭാഗ്യം ലഭിക്കാത്തവരാണ്. അഥവാ ഫാരിസി ഭാഷ അറിയാത്തവരായ ഭക്തരായിട്ടുള്ള ഗ്രാമീണർ, ആ ഗ്രാമീണരുടെ കൂട്ടം നസർഹിലാത്താഹെ, അവർ തലയാട്ടുന്നുമില്ല, പാവം, അവർ കാലും ആട്ടുന്നില്ല. ലേക്കിൻ പീർഭായി, എന്നാലും പീർഭായിയും ദർവേഷ്, അതുപോലെ ദർവേഷും, അവർ ത്വരീഖത്ത് പസന്ത് ലോണ്ടെ, ത്വരീഖത്ത് പസന്ത് ലടുക്കെ എന്നർത്ഥം, ലോണ്ടെ എന്ന് പറഞ്ഞാൽ
ത്വരീഖത്തിനെ ആഗ്രഹിച്ചു വരുന്ന, ത്വരീഖത്തിൽ ചേരാൻ ആഗ്രഹിച്ചു വരുന്ന ആളുകളും ആപ്പേസെ ബാഹർ ഹോ രഹേ ഹേ, അവർ ഈ സമയത്ത് ഈ ഫാരിസിയിലെ കവിതകൾ, ജാമിയുടെ കവിതകൾ കേട്ടിട്ട് ആപ്പേസെ ബാഹർ ഹോ രഹേ ഹേ, അർത്ഥം ശ്രദ്ധിക്കണം, അവർ സ്വന്തം കൺട്രോൾ തന്നെ, തൻ്റെ നിയന്ത്രണം തന്നെ വിട്ടുപോവുകയാണ്. ആപ്പേസെ ബാഹർ ഹോ രഹേ ഹേ മുഹാവറയാണ്, കൺട്രോളിൽ നിന്ന് തെറ്റിപ്പോവുക, കൺട്രോൾ തെറ്റുക, സ്വന്തം കൺട്രോൾ തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണ്. വോ ബേഖ്തിയാർ ഗിർദനെ മട്കാത്തെ ഹേ, അവർ സ്വമേധയാ അറിയാതെ, ബേഖ്തിയാർ അവർ സ്വമേധയാ ഗിർദനെ മട്കാത്തെ ഹേ, ഓട്ടോമാറ്റിക്കലി അവരുടെ പെരടി മട്കാത്തെ ഹേ, അതിനിങ്ങനെ ഇളക്കുന്നുണ്ട്. ഗിർദനെ മട്കാത്തെ ഹേ സജ്ദോം മേ ഗിർത്തെ ഹേ, മാത്രമല്ല അവരതിൽ ലയിച്ചുകൊണ്ട് സുജൂദിലായി വീഴുകയും ചെയ്യുന്നു. സജ്ദോമേ ഗിർത്തെ ഹേ, സുജൂദിലായി വീഴുകയും ചെയ്യുന്നുണ്ട്. ഘുണ്ടോ കെ ബൽ ഖഡേ ഹോക്കർ, മാത്രമല്ല അവർ മറ്റു ചില സമയങ്ങളിൽ ഘുട്നോ കെ ബൽ ഖഡേ ഹോക്കർ, കാൽമുട്ടിന്മേൽ നിന്നിട്ട് ഹാത്തോ കി നൃത്ത് കെ സാത്ത്, കൈകളെ കൊണ്ടുള്ള നൃത്തത്തോടുകൂടെ, കൈകളെ കൊണ്ട് നൃത്തം വെച്ചിട്ട്, കാൽമുട്ടിന്മേൽ നിന്ന് കൈകളെ കൊണ്ട് നൃത്തം വെച്ച് രാഗിനിയോ കി താൻ പർ ഝൂംത്തെ ഹേ, അവർ പാട്ടിൻ്റെ ഇശലിൽ ഝൂംത്തെ ഹേ, അവർ ലഹരി കൊണ്ട് ആടുകയാണ്, ലഹരി കാരണത്താൽ ആടുകയാണ്. രാഗിനിയോ കി താൻ പർ ഝൂംത്തെ ഹേ, രാഗത്തിൻ്റെ അല്ലെങ്കിൽ പാട്ടിൻ്റെ ഇശലിൽ അവർ ഉന്മാദരായിക്കൊണ്ട് ആടുകയാണ്. ഝൂംന എന്ന് പറഞ്ഞാൽ ഉന്മാദരായിട്ട് ആടുക എന്നാണ് അർത്ഥം. ഓർ ജബ് ഖവാലോ കെ ഗലെ ഖൂബ് ഗർമാ ജാത്തെ ഹേ, ഈ കവാലി പാടുന്നവരുടെ കഴുത്ത് ചൂട് പിടിക്കുമ്പോൾ അഥവാ അവർക്ക് അസ്വസ്ഥത വരുമ്പോൾ, കൈ ഏക് ദർവേഷ്, ഏതെങ്കിലും ഒരു ദർവേഷ് ഹൂ ഹക്ക നേറ ലഗാക്കർ, ഹൂ ഹക്ക് എന്നുള്ള നേറ മുദ്രാവാക്യം വിളിച്ചിട്ട് മൈതാനെ കൂത്പെടുത്തേ ഹേ, മൈതാനത്തിലേക്ക് ചാടി വീഴുന്നു. ഏക് സാഹബ് അപ്നി സഫേദ് ധാടി കോ മിഠിയോ മേ ഭീഞ്ച് ഭീഞ്ച് കർ വാലിഹാന റഖസ് കർ രഹേ ഹേ. അങ്ങനെ ഓരോ ദർവേഷുമാരിങ്ങനെ മൈതാനത്തിലേക്ക്, നടുത്തളത്തിലേക്ക് ചാടുകയാണ്. അങ്ങനെ ഒരു സാഹബ്, ഒരാൾ തൻ്റെ നരച്ച താടി, തൻ്റെ വെള്ളത്താടി മിഠിയോമേ മണ്ണിൽ ഭീഞ്ച് കർ, തൻ്റെ വെള്ളത്താടി മണ്ണിൽ പിടിച്ചമർത്തിയിട്ട്, ഭീഞ്ച്ന എന്ന് പറഞ്ഞാൽ ഭീഞ്ച് കർ, ഭീഞ്ച്ന പറഞ്ഞാൽ പിടിച്ചമർത്തുക, അതിനെ പിടിച്ചമർത്തിയിട്ട് എന്ത് ചെയ്യുകയാണ്? ഭീഞ്ച് കർ, അതിനെ അമർത്തിയിട്ട് മണ്ണിലിട്ട് പിടിച്ചമർത്തിയിട്ട് വാലിഹാന അനുരാഗത്തോടുകൂടെയുള്ള അനുരാഗ റഖസ് കർ രഹേ ഹേ, വാലിഹാന പറഞ്ഞ ആഷിഖാന എന്നാണ് അർത്ഥം, അനുരാഗ നൃത്തം വെക്കുകയാണ് അവർ. അപ്പോൾ എല്ലാവരും ഇതിൽ ഉന്മത്തായവരാണ്, മസ്ത് പിടിച്ചിട്ടുണ്ട്, അവർ എന്താ ചെയ്യണമെന്ന് പോലും അവർക്ക് തന്നെ അറിയില്ല. അങ്ങനെ ദർവേഷ് ഏക് ദൂസരേക്ക് ഗലേസെ ലെപ്റ്റെ, ദർവേഷുമാർ പരസ്പരം ഗലേസെ ലെപ്റ്റെ, അവർ ആശ്ലേഷിച്ചുകൊണ്ട്, പരസ്പരം ഹഗ് ചെയ്തുകൊണ്ട്, ആശ്ലേഷിച്ചുകൊണ്ട് റുമൂസെ ബേഖുദീക്കെ റാസോ നിയാസ് മേ മഷ്ഗൂൽ ഹെ, റുമൂസെ ബേഖുദീക്കെ റാസോ നിയാസ് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറയുകയാണെങ്കിൽ അവർ ദൈവികമായിട്ടുള്ള അഭിസംബോധനത്തിൽ സ്വന്തത്തെ മറന്നുകൊണ്ട്, ബേഖുദി എന്ന് പറഞ്ഞാൽ അതാണല്ലോ, സ്വന്തത്തെ മറന്നുകൊണ്ട്. ഏതായാലും നിങ്ങളതിന് ഇങ്ങനെ അർത്ഥം വെച്ചോളൂ, റുമൂസെ ബേഖുദീക്കെ റാസോ നിയാസ് എന്ന് പറഞ്ഞാൽ ഖുദാക്കി മുനാജാത്ത് അല്ലെങ്കിൽ ഖുദാക്കി പ്യാരോ മൊഹബത്ത്, ദൈവത്തോടുള്ള അഭിസംബോധന അല്ലെങ്കിൽ ദൈവത്തോടുള്ള സ്നേഹപ്രകടനം, അതിൽ മഷ്ഗൂൽ ഹെ, അവർ വ്യാപൃതരാകുന്നു. റുമൂസെ ബേഖുദീക്കെ റാസോ നിയാസ്മെ, ദൈവത്തിൻ്റെ സവിധത്തിലുള്ള
ദൈവത്തിൻ്റെ സവിധത്തിലേക്കുള്ള സ്നേഹപ്രകടനം, അവിടത്തോടുള്ള ആ അഭിസംബോധനയിൽ മഷ്ഗൂലിഹെ അവർ വ്യാപൃതരാകുന്നു. ഓർ ബാർ ബാർ പല തവണകളായിട്ട് തർച്ചി ടോപ്പി ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന, തള്ളി നിൽക്കുന്ന അവരുടെ തൊപ്പി, തർച്ചി ടോപ്പി തള്ളി നിൽക്കുന്ന അവരുടെ തൊപ്പി और बार बार തർച്ചി ടോപ്പി വാലെ ലഡ്ക്കോं के पास പല തവണ ആ പ്രൊജക്റ്റ് ചെയ്ത് തള്ളി നിൽക്കുന്ന, ആ പൊന്തി നിൽക്കുന്ന തൊപ്പിയുള്ള കുട്ടികളുടെ അടുത്ത് ജാക്കർ പോയിട്ട്, ഈ ദർവേഷുമാർ അവരുടെ അടുത്ത് പലതവണ ഇങ്ങനെ പോയിട്ട് പിछाड़े खाते हैं, പിछाड़े खाते हैं. പിछाड़े खाना എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ തുടിക്കുകയാണ്. പുഛാടേ ഖാന തടപ്പന എന്നാണ് അർത്ഥം. അവർ അവിടെ ചെന്നിട്ട് ഇങ്ങനെ വറവറക്കുകയാണ്. അവരുടെ അടുത്ത് ചെന്നിട്ട് അവർ സ്വന്തത്തെ മറന്നുകൊണ്ട്, സ്വശരീരത്തെ മറന്നുകൊണ്ട് അവർ ദൈവികമായിട്ടുള്ള ആ ഒരു മുനാജാത്തിൽ ലയിച്ചുകൊണ്ട് അവർ അവിടെ നിന്നിട്ട് ഇങ്ങനെ വറക്കുകയാണ്. ആ തള്ളി നിൽക്കുന്ന തൊപ്പി ഇട്ട ആളുകളുടെ, കുട്ടികളുടെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ പോയിട്ട് പിछाड़े खाते हैं അവരുടെ മുന്നിൽ നിന്നിങ്ങനെ വിറവിറക്കുകയാണ്. जो उनकी वारफ्तगी को सहारा देने के लिए ख़ास तौर पर लाहौर से मदऊ किए गए हैं. ആ കുട്ടികൾ जो उनकी वारफ्तगी को അവരുടെ ഈ ഒരു ബേഖുദി അവസ്ഥ, വാറഫ്തഗി എന്ന ഈ ബേഖുദി എന്നാണ് അർത്ഥം, അഥവാ സ്വന്തത്തെ മറന്നു നിൽക്കുന്ന ആ അവസ്ഥക്ക് സഹാറ ദേനേക്കലിയെ, ആ അവസ്ഥക്ക് ഒന്നുകൂടെ സഹായകമാകാൻ വേണ്ടിയിട്ട് ഖാസ് തോർ പർ പ്രത്യേകമായി ലാഹോർ സെ മദഊ കിയേ ഗയേ ഹേ, ലാഹോറിൽ നിന്ന് ക്ഷണിക്കപ്പെട്ടവരാണ് അവർ. സാരി മഹ്ഫിൽ, അങ്ങനെ മഹ്ഫിലെ സമാവൊക്കെ കഴിഞ്ഞു. സാരി മഹ്ഫിൽ, എല്ലാ ആ സഭ മുഴുവൻ മുഅദ്ദബാന ഖടി ഹോ ജാതി ഹെ, വളരെ വളരെ മര്യാദയോടുകൂടെ എല്ലാവരും നിൽക്കുകയാണ്. വളരെ മര്യാദയോടുകൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. അഖീദത്ത് മന്ത്, വിശ്വാസികൾ, ഭക്തർ, ജുക്കർ കുനിഞ്ഞുകൊണ്ട്, ദോനോ ഹാത്തോ തൻ്റെ രണ്ട് കൈകളും एक दो 5 रुपये रखकर सज्जादा नशीन के हुजूर पेश करते हैं. തൻ്റെ ഓരോ വിശ്വാസികളും കുനിഞ്ഞുകൊണ്ട് ദോനോ ഹാത്തോം പർ, രണ്ട് കൈകളിലും ഓരോ അല്ലെങ്കിൽ ഈ 5 രൂപകൾ, 1 2 5 രൂപകൾ സജ്ജാദ നഷീൻ സാഹിബിൻ്റെ സവിധത്തിൽ സമർപ്പിക്കുന്നു. ജോ ഉന്നെ ചൂക്കർ, അദ്ദേഹം ആ സജ്ജാദ നഷീൻ സാഹിബ് അവകളെയൊക്കെ ഇങ്ങനെ തൊട്ടുകൊണ്ട്, അവകളെയൊക്കെ ഇങ്ങനെ തൊട്ട് വന്നിച്ചുകൊണ്ട് കവാലൊക്കെ ഹവാലെ കർദേത്തെ ഹേ, ആ പൈസ കവാലിക്കാരെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. ഏക് തോലിബെ എൽമിനെ അപ്ന ഫൗണ്ടൈൻ പെൻ നസർ കിയ, ഒരു വിദ്യാർത്ഥി തൻ്റെ അടുത്തുണ്ടായിരുന്ന ഏറ്റവും വിലപിടിപ്പുള്ള ഫൗണ്ടൈൻ പെന്ന് അത് സജ്ജാദ നഷീൻ സാഹിബിന് സമർപ്പിച്ചു. ഏക് സാഹിബെ ദിലിനെ അപ്ന കോട്ട് ഉത്താർക്കർ, ഒരു നല്ല മനസ്കൻ, സാഹിബെ ദിൽ എന്ന് പറഞ്ഞാൽ ഒരു നല്ല മനസ്കൻ, തൻ്റെ കോട്ട് ഊരിയിട്ട് ഫേങ്ക് ദിയ, അത് വലിച്ചെറിഞ്ഞു സജ്ജാദ നഷീൻ സാഹിബിൻ്റെ സവിധത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഏക് കിസാൻ, ഒരു കർഷകൻ, ജോക്കെ സത്തുവോങ്കി തേലി പേഷ് കർത്താ ഹെ, അദ്ദേഹം എത്തരത്തിലുള്ളവനാണ് ജയ്സാക്കെ സുത്തുവോങ്കി തേലി പേഷ് കർത്താ ഹെ, അവന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന സുത്തു എന്ന് പറഞ്ഞാൽ ആട്ടയുടെ ഒരു സഞ്ചി തന്നെ സജ്ജാദ നഷീൻ സാഹിബിന് സമർപ്പിക്കുന്നുണ്ട്. ജിസേവ ഗാലിബൻ, എത്തരത്തിലുള്ളതാണ് ആ സഞ്ചി? ജിസേവ ഗാലിബൻ സാദെ രാഹ് കെ തോർ പർ, അദ്ദേഹം ആ സഞ്ചിയിലുള്ള ആ ഒരു ആട്ടയാണ് തൻ്റെ വഴിയിലെ പാഥേയമായിട്ട് അപ്നെ സാത്ത് ലായാഥ, തൻ്റെ കൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. തൻ്റെ പാഥേയമായി കൊണ്ടുവന്ന, തൻ്റെ യാത്രാഭക്ഷണമായി കൊണ്ടുവന്ന ആ ഒരു സഞ്ചി പോലും
സജ്ജാദ നഷീൻ സാഹിബിന് കൊടുത്തവരുണ്ട്. അങ്ങനെ ജാമി, ഹാഫിസ്, ഇഖ്ബാൽ, ബൽഹേഷ, ഖാജ ഫരീദ് ഇവരുടെ ഇത്തരത്തിലുള്ള ആളുകളുടെ ഗസലിലായിട്ട് രാത്രി 1:30 ബജെ, രാത്രി 1:30 മണിക്ക് ജബ് മഹ്ഫിലെ സമാ ബർഖാസ്ത് ഹോത്തി ഹെ, ബർഖാസ്ത് ഹോന എന്ന് പറഞ്ഞാൽ അവസാനിക്കുക. മഹ്ഫിലെ സമാ എപ്പോഴാണ് അവസാനിക്കുന്നത്? തോ സജ്ജാദ നഷീൻ, അപ്പോൾ ആ സമയത്ത് സജ്ജാദ നഷീന് ബഡെ അഖ്ലാഖ് സെ, വളരെ ഭക്തിയോടുകൂടെ അപ്പനെ ദായേ ബായേ ബൈഠെ അഫ്സറോ റയീസോങ്കോ, തൻ്റെ ഇടതും വലുതുമായി ഇരിക്കുന്ന ഓഫീസർമാരും നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരെയും ഉസ് ഹൈമേ മേ ചെൽനേക്ക് ദാവത്ത് ദേത്തെ ഹേ, ഈ ടെൻറ്റിലേക്ക് പോകാൻ അവരെ ക്ഷണിക്കുന്നു, ടെൻറ്റിലേക്ക് വരാൻ അവരെ ക്ഷണിക്കുന്നു. ജോ ദർഗാ ഷരീഫ് സെ കുച്ച് അട്കർ, ദർഗാ ഷരീഫിൽ നിന്ന് കുറച്ച് മാറിയിട്ട് എക് ഹവേലിക്ക് സഹന്മേ നസ്ബ് കിയാ ഗയാ ഹെ, ഒരു വലിയ കൊട്ടാരത്തിൻ്റെ അങ്കണത്തിലാണ് ആ ഒരു ടെൻറ്റ് നാട്ടിയിട്ടുള്ളത്. ഇസ് ഹൈമേ മുഖറബീനെ ഖാസ് കെ അലാവ, ഈ ടെൻറ്റിൽ അടുത്ത സജ്ജാദ നഷീൻ സാഹിബിൻ്റെ പ്രത്യേകമായ വളരെ അടുത്ത ആളുകൾക്ക് പുറമെ ഓർ കിസിക ഗുസർ മുംകിൻ നഹി, മറ്റൊരാൾക്കും അതിലൂടെ കടന്നു പോകാൻ ഓർ കിസിക, മറ്റൊരാൾക്കും ഗുസർ കടന്നു പോകാൻ മുംകിൻ നഹി, സാധ്യമല്ല. രാഹെ സുലൂക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഇൻവെർട്ടർ കോമ്പിൽ ഇടാൻ കാരണം ത്വരീഖത്തിൻ്റെ മാർഗത്തിൽ, അഥവാ സജ്ജാദ നഷീൻ സാഹിബിൻ്റെ ത്വരീഖത്തിൽ പ്രവേശിച്ചവരിൽ ഹൈമ, ഈ ഒരു ടെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇസ് മക്കാം പർ വാക്ക്, ഈ സ്ഥാനത്താണ് ഈ ഒരു ടെൻറ്റ് നിൽക്കുന്നത്. ജിസ്കെ മുതാലിഖ് കഹാ ഗയാ ഹെ, അതിനെക്കുറിച്ച് എന്താ പറയപ്പെട്ടിട്ടുള്ളത്? കെ ജൽത്തെ ഹെ, തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ജബ്രയിൽ കെ പർ, ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ ചിറക് അവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ജിസ് മക്കാം പർ, ആ സ്ഥാനത്ത് ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ ചിറക് ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ ജൽത്തേഹെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യൂങ്കെ, എന്തുകൊണ്ടെന്നാൽ ജിബ്രീലിൻ്റെ ചിറകിന് പോലും ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുപോലും തിളച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? ഇസ് ഹൈമേമേ, ഈ ടെൻറ്റിൽ ലാഹോറിലും ഓർ മുൽത്താൻ ഓർ ലാൽപൂറിലെയും മുൽത്താനിലെയും ലാഹോറിലെയും നാമി, വളരെ പ്രശസ്തരായ ഗാനെ, പാട്ടുപാടുന്ന ആളുകൾ അഥവാ നാത്ത് പാടുന്ന ആളുകളും ഓർ മജ്റ കർണേവാലി, അതുപോലെ വലിയ കലാകാരായിട്ടുള്ള ആളുകളും നൃത്തരായിട്ടുള്ള ആളുകളും. മജ്റ കർണേവാലി ഫൻകാറേങ്, നൃത്തരായിട്ടുള്ള കലാകാരന്മാരും. മജ്റ കർണേവാലി, നൃത്തം വെക്കുന്നവരായ ഫൻകാറേങ്, കലാകാരന്മാർ. ഉത്തറി ഹുയി ഹേ, അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല സദാസമയത്തും മഹ്ഫിലെ സമാ നടക്കുന്ന, നല്ല നൃത്തം വെക്കാൻ പ്രത്യേകമായി ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ സദാസമയത്തും ജിബ്രീലിൻ്റെ ചിറകുകൾ ഇങ്ങനെ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ മഹ്ഫിലെ സമാൻ്റെ ആ ഒരു ഈണം കേട്ടിട്ട്. അങ്ങനെയൊക്കെയാണ് അവരുടെ വിശ്വാസം. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് പിന്നീട് എടുക്കാം. ഇത്രയും എടുത്ത ഭാഗത്തിൽ നിന്ന് ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഈ പാഠത്തിൽ നിന്ന് എടുത്ത ഭാഗം നിങ്ങൾ അതിൽ നിന്നുള്ള ഒരു 3 മുഹാവറകൾ നിങ്ങൾ തയ്യാറാക്കണം. 3 മുഹാവറകൾ നിങ്ങൾ കണ്ടെത്തിയിട്ട് അത് ജുംലയിൽ പ്രയോഗിക്കുക. പിന്നെ മറ്റുള്ള അർത്ഥങ്ങളെല്ലാം എഴുതിയിട്ട് നിങ്ങളുടെ നോട്ട് അടുത്ത പീരീഡിന് നിങ്ങൾ ഇതേ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യുകയും വേണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.